പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തിപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായം 16-17 വാക്യങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പി. നീതിമാന്റെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ച് 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല എന്ന് അവിടെ വായിക്കാൻ കഴിയും. നമ്മൾ ചിന്തിക്കുന്ന വചനം ഇത്രയേ ഉള്ളൂ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഏലിയ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ മെസ്സേജ് കേട്ട് നിങ്ങൾ ഒരുപാട് തഴക്കവും പഴക്കവും ഉള്ളവരാണ്. ഞാൻ ഒരുപാട് മെസ്സേജ് കേൾക്കുകയും ഞാനിത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തഴക്കവും പഴക്കവും എനിക്കിത് അറിയാം എന്നുള്ള പാരമ്പര്യം എന്നുള്ള മഹത്വവും മഹിമയും ഒക്കെ വെച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഏലിയാവിനെ പോലെ നമുക്ക് ഈ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ്, ആ മനുഷ്യൻ ഈ ശുശ്രൂഷ ചെയ്തെങ്കിൽ, താൻ പ്രാർത്ഥിച്ചപ്പോൾ 3 ആണ്ടും 6 മാസവും മഴ പെയ്യാതിരിക്കത്തക്ക നിലയിൽ ആകാശം ദൈവം അടച്ചു കളഞ്ഞെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രശ്നികത എന്തുകൊണ്ടാണ് ആ ഏലിയാവിൽ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. ഞാനും നിങ്ങൾ ശക്തരമായ പ്രാർത്ഥിക്കാത്തവരായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുക. പ്രാർത്ഥിക്കാത്തവർ കാണും. ഹല്ലേലൂയ. അത് നമ്മുടെ വിഷയത്തിൽ പെടുന്നേയില്ല, അവർക്ക് ആ ഒരു നിയോഗമില്ലായിരിക്കാം. എന്നാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലെങ്കിൽ സകല വിധത്തിലും മുഖ്യമായതും ഏറ്റവും ശ്രേഷ്ഠമാണ്. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട പ്രാർത്ഥനയ്ക്കായിരിക്കണം. കാരണം ഈ നമ്മൾ സ്വയമായിട്ട് പൊട്ടിവിടുന്നതോ സ്വയമായിട്ട് വന്നതൊന്നോ അല്ലെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. നമുക്ക് സൃഷ്ടിച്ച, നമുക്ക് ജന്മം തന്ന ഒരു പിതാവുണ്ട്. അതാരാണ്? അത് സ്വർഗീയ പിതാവാണ്. ആ ദൈവം നമ്മെ ഈ ഭൂമിയിൽ കാത്തു പരിപാലിക്കുമ്പോൾ നമ്മുടെ ദൈവം വിശുദ്ധനാണ്. പരിശുദ്ധനായതുകൊണ്ട് അവന്റെ സന്നിധി പരിശുദ്ധിയോടുകൂടി നിന്ന് നമ്മൾ കർത്താവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നമുക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും, ഒരുപക്ഷെ നിങ്ങൾ തിരക്കേറിയ ബിസിനസ്സുകാരനാണ്, നിങ്ങൾക്ക് ഭയങ്കര ബിസിയാണ്, ഒന്നിനും സമയമില്ലെങ്കിലും നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കും. അതിന് നിങ്ങൾ സമയം വേർതിരിക്കണം. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥന കൊണ്ട് നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. ഈ ലോകത്തിൽ പ്രാർത്ഥന കൊണ്ട് സാധിക്കാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഒന്നുമില്ല എന്നുള്ളത്. പ്രാർത്ഥനയുടെ എല്ലാം കഴിപ്പട്ട എല്ലാത്തിനും ഒരുപോലെ മറുപടി കിട്ടണമെന്നില്ല. ചിലത് പെട്ടെന്ന് മറുപടി കിട്ടും, ചിലത് നേരിട്ട് കിട്ടും. എന്നാൽ തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം തളർച്ചകൾ നേരിട്ടാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടാലും പ്രാർത്ഥിപ്പാൻ അവൻ സ്വയം തീരുമാനിച്ച് ഏലിയാവിനെ പോലെ മുഴങ്കാലം മടക്കാൻ തയ്യാറായാൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ ജീവിതത്തിനും അത്ഭുതം ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്കൂൾ വർഷം ആരംഭിക്കാൻ പോവുകയാണ്, കാലവർഷം വരികയാണ്. മഴയും പേമാരിയും കൊടുങ്കാറ്റും ചുഴലിക്കാറ്റുകളും ഒക്കെ ഉണ്ടായി ഉൾപ്പെട്ടിരുന്ന നാശനഷ്ടങ്ങളും മലയിടിച്ചിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീരദേശ മേഖലയിലൊക്കെ താമസിക്കുന്നവർ വളരെ സൂക്ഷിക്കണം. ഒരുപാട് കുഞ്ഞുങ്ങൾ വെള്ളക്കെട്ടിലൊക്കെ വീണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെ മരിച്ച സംഭവം നമുക്കറിയാം. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അനവധി കുഞ്ഞുങ്ങൾ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത് പുഴയോരത്തും നദിയോരത്തും ആറിന്റെയും കായലിന്റെയും കുളത്തിന്റെയും അരുവിയുടെയും കടലിന്റെ ഒക്കെ തീരങ്ങൾ താമസിക്കുന്നതിന്റെയും പാടങ്ങളുടെ കനാലിലേക്ക് പാടങ്ങളിൽ അനവധി ആളുകൾ മരിച്ചതെന്ന് കേട്ടു. ഇതിന്റെ പ്രധാന കാരണം കുഞ്ഞുങ്ങളെ കുറിച്ച് മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ എന്നെ ചീത്ത പറഞ്ഞേക്കാം, ഒരു കുഴപ്പമില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾ അവർക്ക് വെള്ളം കണ്ടാൽ ഇഷ്ടമാണ്, അവർ വെള്ളത്തിൽ കളിക്കും. അത് ശ്രദ്ധിക്കാതെ മാതാപിതാക്കൾ ഈ ഫോണിൽ തോണ്ടിയിരിക്കുന്നുണ്ട്. അവരുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ട് പല കുഞ്ഞുങ്ങളും അനർത്ഥത്തിൽ വീണ് നമുക്കറിയാം. അത് ഈ വർഷം ഉണ്ടാകരുത്. നിന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി നിന്റെ കുഞ്ഞിനെ കുറിച്ച് നിനക്ക് വളരെ കരുതലുണ്ടായിരിക്കണം. നിന്റെ കുഞ്ഞിനേക്ക് വേണ്ടി നിനക്ക് പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ആ കുഞ്ഞിനെ നീ രാവിലെ സ്കൂളിലേക്ക് അയച്ച് നീ ഒരുപക്ഷെ കൊണ്ടുവിടുകയായിരിക്കും, ഒരുപക്ഷെ വണ്ടി കൊണ്ടുപോയി, ഒരുപക്ഷെ സ്കൂൾ ബസ്സുകൾക്ക് വാഹനങ്ങൾക്ക് കൊടുത്തു വിടുകയായിരിക്കാം. ആ കുഞ്ഞ് മടങ്ങി വരുന്നിടം വരെ സ്കൂളിൽ നിന്റെ കുഞ്ഞും മറ്റു കുഞ്ഞുങ്ങളും സ്കൂളിന്റെ അതൊക്കെ സ്കൂൾ കെട്ടിടമടക്കം ദൈവം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നീ ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഇവിടെ നടക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. ഹല്ലേലൂയ.
അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയ പ്രാധാന്യത്തിന് ഉള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം. മാത്രമല്ല, നിങ്ങൾ ഏത് മേഖലയിലൂടെ കടന്നുപോയാലും നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തയ്യാറാകണം. അല്ലേ? പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യന് നഷ്ടപ്പെട്ടു. അല്ലേറിയ അപ്പം പ്രാർത്ഥന എന്ന് പറയാൻ നിങ്ങൾ മറക്കരുത്, അത് മൂടി വെക്കരുത്, അതിനകത്ത് നിങ്ങൾ മറവി കാണിക്കരുത്, അതിനകത്ത് അല്ലെങ്കിൽ സ്വതം അതിനകത്ത് നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത്. പ്രാർത്ഥന ഒരു അലക്ഷ്യമായി കാണാതെ പ്രാർത്ഥനയിൽ ജയമുണ്ടെന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയ്ക്ക് മാത്രമേ എന്നെ എൻ്റെ കുടുംബത്തെയും തകർച്ചയിൽ നിന്ന് തളർച്ചയിൽ നിന്ന് ഉയർത്താൻ കഴിയുള്ളൂ എന്നുള്ള ഉറപ്പോടെ നീ പ്രാർത്ഥിക്കണം. എത്രയോ കുടുംബങ്ങളാണ് തകർന്ന് തരിപ്പണമായി തകർന്നിരിക്കുന്നത്. അടുത്ത ദിവസം +2 റിസൾട്ട് വരും. +2 റിസൾട്ട് വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെ പ്രാർത്ഥിക്കണം. ഞാൻ രാവിലെ പ്രാർത്ഥിച്ചിട്ടാണ് മെസ്സേജ് പറയാനായിരുന്നത്. എന്താണ് 10ാം ക്ലാസ്സിൽ പഠിച്ച കുഞ്ഞുങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ അവർ റിസൾട്ട് വന്നതിൽ ചില കുഞ്ഞുങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ചില കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു. അല്ലെങ്കിൽ അതൊരു പരിഹാരമല്ല. ആത്മഹത്യ കൊണ്ട് ഒന്നും നേടാൻ. ആത്മഹത്യ ചെയ്ത കുട്ടിക്ക് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ കഴിയില്ല. അയാൾക്കുള്ള ആത്മാവ് മരിച്ചിട്ടില്ല. അത് നിത്യപാതാളത്തിലേക്ക്, നിത്യ നരകത്തിലേക്ക് പോവുകയാണ്. അവിടെ ഒന്നും ഒരിക്കലും സ്വസ്ഥത ആ കുട്ടിക്കുണ്ടാകത്തില്ല. അത് മുതിർന്നവരായിരുന്നാലും. അതുപോലെ +2 കഴിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ റിസൾട്ട് വരുമ്പോൾ തോൽവി ജയം ഉള്ളതാണ്. തോറ്റാല വിഷയം എഴുതിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിനെ ജയിക്കണം. അല്ലാതെ ഓടിപ്പോയി എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ആത്മഹത്യ ചെയ്ത് നിങ്ങൾ നിത്യ നരകത്തിലേക്ക് പോകരുത് കേട്ടോ. അതിനുവേണ്ടി എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ദൈവദാസന്മാരോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഞാനിത് പറയുമ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് ചെലവഴിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുകയും ചെയ്യുന്നു. അതിന് കുറയുന്നുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നെ കേൾക്കുന്നവർ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ എൻ്റെ ആവശ്യങ്ങളെക്കാൾ ഉപരിയായി ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ചുറ്റിനുമുള്ള, ഞാൻ പാർക്കുന്ന ഈ ദേശത്ത്, ഞാൻ പാർക്കുന്ന രാജ്യത്തിൽ, ഞാൻ വസിക്കുന്ന ഈ ഭൂമിയിലുള്ള സകല ജനത്തിന് വേണ്ടി, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ആരും പറയാതെ ആരോട് ചോദിച്ചിട്ടല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ സങ്കടം അനുഭവിക്കുന്നവർ, ഞാൻ ദുഃഖം അനുഭവിക്കുന്നവർ, ഞാൻ തളർച്ച നേരിടുന്ന പോലെ, ഞാൻ പ്രശ്നം നേരിടുന്ന പോലെ, ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധി പോലെ എന്നെ പോലെ ആയിരങ്ങൾ കടന്നു പോകുന്നെന്ന് എൻ്റെ ഹൃദയത്തിന്റെ അകത്ത്, എൻ്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വന്ന ആ ചിന്തയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്നോട് കർത്താവ് പറഞ്ഞു, നീ പുറത്തുപോയി അയ്യം വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഉറക്ക നിലവിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നലെ പുറത്തുപോയി ഉറക്ക നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ എനിക്ക് ഒരു ആശുപത്രി കേസ് വന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണാൻ അല്പം താമസിച്ചത് കൊണ്ട് സമയം കിട്ടി. പക്ഷെ ഞാൻ ഇന്ന് ദൈവം പറഞ്ഞ വാക്കുകളാണ്. നമുക്ക് ഒരിക്കലും നിരസിക്കാൻ പറ്റത്തില്ല, അതിന് മറുതലിക്കാൻ പറ്റത്തില്ല, അല്ല അരിശമായി കാണാൻ പറ്റത്തില്ല. അല്പം സമയം താമസിച്ചു പോയി ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഉറക്ക നിലവിളിക്കുന്ന ജനത്തിന് വേണ്ടി ഞാനിങ്ങനെ ഉറക്കം നിലവിളിച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ എല്ലാവരും മണ്ടനെന്നും പൊട്ടനോ ഒക്കെ വിളിക്കാറില്ല. എന്നെ സ്നേഹിക്കുന്നത് ഞാൻ മണ്ടനോ പൊട്ടനോ മന്ദബുദ്ധിയോ അല്ല ഭ്രാന്തനോ ഒന്നും അല്ല. അല്ലേറിയ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് അത്ഭുതം ചെയ്യും. നിങ്ങൾ യോബിന്റെ ജീവിതം കണ്ടുപിടിക്കുക. യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്ന കർഷകൻ തന്റെ 10 മക്കളും മരിച്ചു. ആടുമാട്, കന്നുകാലികൾ, ദാസന്മാരെല്ലാം മരണപ്പെട്ടു. അല്ലേലിയ. മാത്രമല്ല തന്റെ വീട് നശിച്ച് ഒന്നുമില്ലാത്തവനായി തന്റെ ഭാര്യ പറഞ്ഞു, നീ ഇനി ദൈവഭക്തി മുറുകെ പിടിക്കാതെ യോബേ നീ പോയി മരിക്കുക. ഇനി എനിക്ക് നിന്നെ എന്റെ ഭർത്താവായിട്ട് വേണ്ട. നീ വ്രണം പിടിച്ചവനാണ്, പുഴു നിന്റെ ശരീരത്തിന്റെ ഇടയാണ്, നിന്നെ നാറ്റം വമിക്കുന്നു, അതുകൊണ്ട് നീ പോയി മരിച്ചു കളാം. അവിടെ യോബ് എന്താ പറഞ്ഞ, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു. അല്ലേറിയ. അതേ പ്രിയരെ, യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്ന കഷ്ടതകളൊന്നും നമുക്ക് കടന്നു വന്നിട്ടില്ലെങ്കിലും ആ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നു. എനിക്ക് തോന്നുന്നു ഏലിയാവിനെ പോലെ അദ്ദേഹം ദൈവസേന പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. ആ പ്രാർത്ഥനയുടെ ഫലമായി അവസാനം യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവയുടെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അവന് മുമ്പ് നഷ്ടമായതെല്ലാം ഇരട്ടിയായി കൊടുത്തു. വീണ്ടും മരിച്ചുപോയ 10 മക്കൾക്ക് പകരം 10 മക്കളെ കൊണ്ട് കൊടുത്തു. അപ്പൊ മക്കളും 20 ആയിട്ടുണ്ട് കേട്ടോ. ആ മക്കൾ 20 ആയെന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ മരിച്ചുപോയ 10 മക്കളും ഭൂമി വീണ്ടും 10 മക്കളും. ഭാര്യ മാത്രം ഒന്നേ ഉള്ളൂ കേട്ടോ. അവിടെ നമ്മൾ ഏക ഭാര്യ. യോബിന്റെ ഭാര്യ മരിച്ചില്ല. യോബിനെ തള്ളി പറഞ്ഞിട്ട് കൂടി യോബിന്റെ ഭാര്യ മരിച്ചില്ല. ആ ഭാര്യയ്ക്ക് തന്നെ വീണ്ടും 10 കൂടെ പ്രസവിക്കേണ്ടി വന്നു. നമ്മളാണ് ഈ കാലഘട്ടത്തിൽ ഓടിപ്പോയി വേറെ ഭാര്യ എടുത്തില്ല. പക്ഷെ യോബ് വേറെ ഭാര്യ എടുത്തില്ല. അവളാണെങ്കിൽ വേറെ ഭർത്താവിനെ എടുത്തില്ല. എന്തായാലും അദ്ദേഹത്തോടൊപ്പം ത്യാഗം സഹിച്ചേക്കാന്ന് പിന്നീട് അവളും 10 കൂടെ പെറ്റു.
അല്ലേ? അപ്പൊ അവിടെ ഒരു ഏക ഭാര്യയുടെ ഭർത്താവിന്റെ ഏക ഭാര്യ എന്നൊരു കണക്കുണ്ട് കേട്ടോ. അത് നിങ്ങൾ പാലിക്കണം കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. തെറ്റ് ചിന്തിക്കരുത്, എന്നാലും ഞാനുള്ളത് പറഞ്ഞതാ കേട്ടോ. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൽ നിന്ന് ഉയരേണ്ടതാണ്, ഹൃദയത്തിന്റെ അന്തർഭാഗത്തോട് വരേണ്ടതാണ്. പ്രാർത്ഥന മറ്റൊരാളെ കേൾപ്പിക്കുവാനോ മറ്റൊരാളുടെ കയ്യടി വാങ്ങുവാനോ മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടോ ആകരുത്. കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നേ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായതിലും അദ്ദേഹം ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് വിശുദ്ധിയിൽ ജീവിച്ചവനാണ്. ഹല്ലേലൂയ. തനിക്ക് ദൈവത്തോട് വളരെ കടപ്പാടും ഉത്തരവാദിത്വം ദൈവഭയവും തന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഏലിയാവിനെ പോലെ പ്രാർത്ഥനയിൽ നമ്മൾ ശക്തമായി മാറണം. വീണ്ടും ദൈവത്തിന് വചനം, ഏലിയാവ് ജാഗ്രതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വീരനായിരുന്നു. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് വളരെ ജാഗ്രത, ഏകാഗ്രത. പ്രാർത്ഥനയ്ക്കകത്ത് അലക്ഷ്യമുണ്ടാകുന്ന യാതൊന്നും തന്നെ അലട്ടാതെ, തന്റെ പ്രാർത്ഥനയിൽ നിന്ന് തന്റെ ശ്രദ്ധ തിരിച്ചു കളയാതെ താനും ദൈവമായിട്ട് മാത്രം ബന്ധപ്പെടുന്ന അനുഭവം. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മൊബൈലും തിരിഞ്ഞു പറഞ്ഞില്ല, കോളും മെസ്സേജും വരുമ്പോൾ എപ്പോഴും കണ്ണു തുറക്കും, കാണും, എപ്പോഴും നോക്കും. അതൊക്കെയാ. ഇപ്പൊ എന്നോട് പലരും ചോദിച്ചിട്ട്, ഞാൻ ഈ കടലോരത്തൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന പലരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഹല്ലേലൂയ. ആ കണ്ണു തുറന്നാണോ പ്രാർത്ഥിക്കുന്നതൊക്കെ ചിലർ ചോദിച്ചിട്ടുണ്ട്. കണ്ണു തുറന്നാണോ കണ്ണു തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് നമ്മുടെ വിദ്വേഷം പിണക്കൊന്നുമില്ല. കണ്ണു തുറന്ന് പ്രാർത്ഥിക്കുന്ന തെറ്റാന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഞാൻ ചെയ്യുന്ന മേഖല അങ്ങനത്തെയാണ്. നമുക്ക് അവിടെ കണ്ണടച്ച് തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ കണ്ണ് തുറന്ന് തന്നെ പ്രാർത്ഥിക്കണം. അത് തെറ്റാണെന്ന് തോന്നില്ല. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു കാഴ്ചപ്പാടും കൂടാ. അതിൽ അനേകർക്ക് വിടുതലുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. കാരണം നമ്മൾ അല്ലയ്യ യോബിനെ പോലെ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. ഇനി കടപ്പുറത്തൊക്കെ പോയി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറൊരു ചിന്തകളുണ്ട്. ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനകത്ത്, ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നതിനകത്ത് ഒരുപാട് പരിമിതിയുണ്ട്. ഞാന് ഒരു ഒരു കോട്ടേഴ്സിലാണ്, ചുറ്റും വീട്, അടുത്തടുത്ത റൂമുകളാണ് എല്ലായിടത്തും. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് ഇതുപോലെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അതേസമയത്ത് ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള സ്ഥലം തിരഞ്ഞെടുത്താൽ നമുക്ക് മനസ്സ് നിറഞ്ഞിരുന്ന് മനം കുളിർക്കെ പ്രാർത്ഥിക്കാം. ഏകാഗ്രതയോടെ, അത് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടുകൂടി പ്രാർത്ഥിക്കാൻ പറ്റും. എൻ്റെ ജീവിതത്തിന് ഒരു സന്തോഷം അതൊക്കെ തന്നെയാകട്ടെ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് വലിയ ബംഗ്ലാവ് വേണം, വലിയ കാറ് വേണം, വലിയ ആഡംബര ജീവിതം വേണം, സുഖരൂപ ജീവിതം, എപ്പോഴും പോയി ഹോട്ടലിൽ കഴിക്കണം എന്നൊന്നും അങ്ങനത്തെ ചിന്തയൊന്നും എനിക്കില്ല കേട്ടോ. ഞാൻ ഒന്നാമത് ഹോട്ടലിൽ കഴിക്കാറില്ല. കാരണം ഹോട്ടലിൽ കയറിയാൽ നല്ല പണം വേണം, അതിനുള്ള മാർഗമില്ല. നിങ്ങൾ മറ്റും ചിന്തിക്കരുത് കേട്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ. എല്ലാം അപ്പൊ അതുകൊണ്ട് നമ്മൾ വീട്ടിലെ കഞ്ഞിയും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കറികളൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ച് തൃപ്തിയായിട്ട് മനസ്സ് കുളിർമയോടുകൂടി ആ മനസ്സിന് സന്തോഷത്തോടുകൂടി ഇങ്ങനെ ഏകാഗ്രതയോടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ വരണം കേട്ടോ. പ്രാർത്ഥനയിൽ പങ്കാളിയെത്തിയാണ്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥനയാൽ വാനിൽ മഴ പെയ്തു. യോബ് പ്രാർത്ഥിച്ചു, ഞാൻ പറഞ്ഞിട്ടില്ലാതെ യാണ്ടിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. ആകാശം 3 വർഷം 6 മാസം അടച്ചു. പിന്നെ അവൻ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? മഴ പെയ്തു. ഹല്ലേലൂയ. എന്തൊരു അത്ഭുതമല്ലേ. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന മറ്റൊരു സ്നേഹിത, എന്നെ കേൾക്കുന്ന മാതാവി, അങ്ങനെ ഒരു വിശ്വാസം നിനക്കുണ്ടോ? ഇവിടെ ഏലിയാവ് പ്രാർത്ഥിച്ചത് മഴ നിൽക്കാനും മഴ പെയ്യാനുമാ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നീ പ്രാർത്ഥിക്കേണ്ടത് മഴ നിൽക്കാനും മഴ പെയ്യുവാനുമില്ല. നിന്റെ കുടുംബത്തിന്റെ കഷ്ടത കാണുമ്പോൾ, നിന്റെ ജീവിതത്തിന്റെ കഷ്ടത കാണുമ്പോൾ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി കാണുമ്പോൾ, നീ കടന്നു പോകുന്ന മഹാവ്യാധിയുടെ നിലവിൽ, സാമ്പത്തിക ഞെരുക്കത്തിന്, നിന്റെ ഭർത്താവിന്റെ മദ്യപാനത്തിന് മുമ്പിൽ, നിന്റെ ഭാര്യയുടെ വഴിവിട്ട ജീവിതത്തിന്റെ മാതാപിതാക്കളുടെ ബലഹീനത കാണുമ്പോൾ, നിന്റെ കുടുംബത്തിന്റെ അരാജകത്തിന്റെ അയൽവാസികളുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ, നിന്റെ സഭയുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ, ഏലിയാവിനെ പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഏലിയാവിന്റെ വാക്കിനകത്ത്, ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവിക അത്ഭുതം നടന്നതുപോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് അത്ഭുതം നടക്കും കേട്ടോ. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കകത്ത് അത്ഭുതം നടക്കണം. ഹല്ലേലൂയ. ഏലിയാവ് ഒരു അത്ഭുത സൃഷ്ടി അത്ഭുത സിദ്ധിയൊന്നും ഉള്ള ആളല്ല. ഹല്ലേലൂയ. ഏലിയാവ് ചില പറയും അവൻ ഭയങ്കര അത്ഭുത സിദ്ധിയുള്ളവനാണ് എന്നൊക്കെ പറയലേ. അത്ഭുത ബാലനാണ്, അത്ഭുത മനുഷ്യനെന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ഏലിയാവ് ഒരു അത്ഭുത സിദ്ധിയുള്ളവനും അത്ഭുത മനുഷ്യനൊന്നും അല്ല. അദ്ദേഹം ദൈവത്തോട് കൂടി ഇരിക്കുന്നു, ദൈവത്തോട് പറ്റിയിരിക്കുന്നു, ദൈവമായിട്ട് സംസാരിക്കുന്നു, ദൈവമായിട്ട് തന്റെ വിഷയങ്ങൾ പങ്കിടുന്നു, ദൈവം പറയുന്നത് കേൾക്കുന്നു, അതുപോലെ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ദൈവത്തെ ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ എത്തിയാൽ
എന്നെ കേൾക്കുന്ന മാതാവേ പിതാവിന്റെ കുടുംബത്തിന്റെ ശൂന്യതയെ മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് കഴിയും. നാളുകളായിട്ട് നീ പ്രാർത്ഥിക്കുകയല്ലേ, നീ കണ്ണുനീരോടുകൂടി കുടുംബത്തിനകത്ത് സമാധാനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുകയല്ലേ ശ്രോതാവേ. ഇന്നും നിനക്ക് സമാധാനമുണ്ട്. എത്രയോ നാളുകളായി എന്നെ കേൾക്കുന്ന സഹോദരി കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങിയിട്ട്. എത്ര കാലമായി സന്തോഷിച്ചൊരു ജീവിതത്തിന് വേണ്ടി നീ ആരെങ്കിലും ആഗ്രഹിച്ചിട്ട് എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയല്ലേ. പക്ഷേ അതിൽ നിന്നെ വിടിവിച്ചെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നീ പ്രാർത്ഥനയ്ക്ക് വരണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ നീ നിന്റെ കുടുംബം തയ്യാറായാൽ, ഞാനും എന്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞതുപോലെ നീ നിന്റെ കുടുംബം ഒരു തീരുമാനമെടുത്ത് ദൈവത്തിലേക്ക് മടങ്ങുക. ദൈവം നിന്നെ കാത്തു പരിപാലിക്കും. ദൈവത്തിന് ജാതിയോ മതമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ പറയുന്നത് ജാതിയും മതവും എന്നൊക്കെ പറയുന്നത്. ആമേൻ. ദൈവത്തിന് ജാതിയും മതവും, നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ആരും ദൈവം ഉപേക്ഷിക്കത്തില്ല. ദൈവത്തിന് മുഖപക്ഷവുമേ ഇല്ല. അങ്ങനെയുള്ള ദൈവത്തോട് നമ്മൾ അടുത്തിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, അപ്പോൾ ഇവിടെ അവന്റെ പ്രാർത്ഥന, ഏലിയാവിന്റെ പ്രാർത്ഥന മഴ പെയ്തു. അവന്റെ പ്രാർത്ഥന മരിച്ച കുട്ടി ജീവനോടെ എഴുന്നേറ്റു. അവന്റെ പ്രാർത്ഥനയാൽ ആകാശത്തിൽ നിന്ന് തീയിറങ്ങി. ആകയാൽ ഇസ്രായേൽ ജനങ്ങളുടെ ഹൃദയം കർത്താവിലേക്ക് തിരിയാൻ കാരണമായി. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മരിച്ചുപോയ കുട്ടി ജീവിച്ചു. ഹല്ലേലൂയ. ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? സ്തോത്രം, ആകാശത്ത് തീയിറങ്ങി. ഹല്ലേലൂയ. അങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഏലിയാവിന്റെ ജീവിതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാ, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യന്റെ ജീവിതം വളരെ ദുർഘടമാകുന്നു. ആമീൻ. നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി വല്ലാത്ത രംഗവും, ഭാരതത്തിന്റെ സ്ഥിതി വേറൊരു സ്ഥിതി. ലോക രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കുകയാണ്. മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയാത്ത തമ്മിലടിച്ച് കലഹിച്ച് സ്ഥാനമാനങ്ങൾക്ക്, അധികാരങ്ങൾക്ക് വേണ്ടി ആമീൻ രക്തം ചൊരിയിച്ച്, ആമീൻ രക്തത്തിന്റെ കറപുരണ്ട കസേരകൾ ഇന്ന് പലരും സമാധാനം ഘോഷിക്കുമ്പോൾ ഓർത്തോണം, അവരുടെ വിധി, അവരുടെ പ്രസംഗത്തിനകത്ത് സമാധാനമില്ല. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ മാത്രം നോക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ ദൈവത്തെ അല്ല നോക്കുന്നത്, മനുഷ്യനെ നോക്കുന്നത്. ഈ ബൈബിൾ എല്ലാവർക്കും പ്രസംഗിക്കാൻ പറ്റും. വിശ്വാസിക്കും അവിശ്വാസിക്കും പ്രസംഗിക്കാൻ പറ്റും. കാരണം ജനഹൃദയങ്ങളുടെ മനസ്സിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, ജനഹൃദയങ്ങളിൽ നമ്മൾ എത്തിപ്പിടിക്കണമെങ്കിൽ, അവരുടെ മനസ്സിനെ വശീകരിക്കണമെങ്കിൽ, നമ്മൾ എന്തോ സിദ്ധിയാണെന്ന് പറഞ്ഞ് അവരെ ധരിപ്പിക്കണമെങ്കിൽ നമ്മൾ കുറെ ബൈബിള് കാണാതെ പഠിച്ചിട്ട് നമുക്ക് പൊതു വേദികളെ കിട്ടും, നമ്മൾ പ്രസംഗിച്ചാൽ മതി. ആ ജനം നമ്മളെയൊക്കെ എടുത്തുകൊണ്ട് നടക്കും. ഇപ്പൊ അങ്ങനെ കേരളത്തിൽ ഒരു കൂട്ടം ആളുകൾ ചെല്ലൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. എല്ലാവരും ബൈബിൾ പ്രസംഗിക്കുന്നേ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഇതൊക്കെ ബുദ്ധിയുടെ പ്രമാണം. ബുദ്ധിയുടെ പ്രമാണമൊന്നുമില്ല, ആത്മാവ്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ആത്മാവുണ്ട്, മനുഷ്യാത്മാവ്. അദ്ദേഹം ദൈവാത്മാവിൽ നിറയപ്പെട്ട മനുഷ്യനല്ലല്ലോ. ആ ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് ആർക്ക് പ്രസംഗിക്കാൻ പറ്റാത്തത്? എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്നെ നമുക്ക് ബുദ്ധിയുടെ പ്രമാണമല്ല, ആത്മാവിന്റെ പ്രമാണമാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനമൊക്കെ വായിക്കും. വേദപുസ്തകം ഏലിയാവിനെ ആമീൻ അറിയപ്പെടുമ്പോൾ, നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ, അവനെ പോലെ ഭയപ്പെടാതെ കഷ്ടപ്പാടുകൾ സഹിപ്പാൻ കഴിയുന്ന ഒരു ഏലിയാവിനെ നമുക്ക് വേദപുസ്തകം വെളിപ്പെടുത്തി തരുമ്പോൾ, നമ്മളെ വേദപുസ്തകത്തിലുള്ള ഏലിയാവിനെ അറിയിക്കുമ്പോൾ, ഏലിയാവെന്ന് പറയുന്ന മനുഷ്യൻ നമ്മളെപ്പോലെ സമസ്വഭാവമുള്ളവരാണെങ്കിലും ഒരുപാട് കഷ്ടപ്പാട് സഹിക്കുന്നവനാണ്. ആരുടെയും മുമ്പിൽ ഭയപ്പെടാതെ നിൽക്കുന്നവനാണ്. ആരുടെ മുമ്പിൽ ഭയപ്പെടാൻ തലകുനിക്കത്തില്ല. കാരണം അവനെ ദൈവമാണ് ഒരുക്കിയെടുത്തത്. ദൈവം ഒരുക്കിയെടുത്ത ഒരു മനുഷ്യന് മുമ്പിൽ തലകുനിക്കേണ്ട കാര്യമില്ല. അവൻ ദൈവം മുമ്പിൽ തലകുനിച്ചാൽ മതി. ഹല്ലേലൂയ. അപ്പം അവന്റെ ഉള്ളിൽ യാതൊരുവിധ കാപട്യങ്ങളുമില്ലായിരുന്നു. അനേകർ അവനെ ഹല്ലേലൂയ സൂപ്പർമാൻ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഏലിയാവിനെ സൂപ്പർമാൻ, അഗ്നിയുടെ പ്രവാചകൻ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതൊക്കെ നല്ല കാര്യം. ആ മനുഷ്യന് അതൊക്കെ കിട്ടണം. നല്ല ബഹുമാനമൊക്കെ കിട്ടുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയണം. ഞാൻ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. എൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് വേണ്ടി കർത്താവേയും ഏലിയാവ് എനിക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. ആ ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കുവാനുള്ള വിശുദ്ധി, വേർപാട്, ആ ദൈവഭയം, ആ ഭയമില്ലാത്ത, ആരുടെ മുമ്പിൽ തലകുനിക്കാതെ നിവർന്നു നിൽക്കാനുള്ള ദൈവശക്തി എനിക്കും തരണമെന്ന് ഞാനും പറയാറുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് പറയുന്നതിന് മുടക്കൊന്നുമില്ലല്ലോ. നമ്മുടെ കർത്താവിന് ഇഷ്ടമുള്ള തരുന്നില്ലേ? നമ്മൾ നിന്ന തരുമെന്നേ. നമ്മുടെ കർത്താവ് ഒരു കരയുന്ന കുഞ്ഞിന്റെ ആവശ്യങ്ങൾ അപ്പം കേൾക്കാതിരിക്കും. അപ്പനൊരു ആവശ്യം നടത്തി കൊടുക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ, നീ പ്രാർത്ഥിച്ചാൽ, നീ പ്രാർത്ഥിക്കാൻ ഒരുപെട്ടാൽ, നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിന്റെ പ്രാർത്ഥന നടുവിൽ നിന്റെ ആവശ്യങ്ങളെ നടത്തിത്തരും. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്.
ഒരു കണ്ണുനീരിന്റെ നടുവിലിരിക്കുന്ന മാതാവേ പിതാവേ, ആമേൻ, നിന്നെ കൈവിട്ട് കളയാതെ എന്റെ പ്രശ്നങ്ങൾക്ക് മറുപടി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽ പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറയപ്പെട്ട് ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനസമൂഹത്തിന് വേണ്ടി കടതിലൂടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ദാസനെ ദാസിയെ ദൈവം നിന്നെ ഒരു അസാധാരണമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കാൻ പോവുക. ഒരു അസാധാരണമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിന്നെ ഒരുക്കാൻ പോവുക. അല്ലേ? പിന്നെ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഭവനമൊക്കെ വിശുദ്ധിയുള്ളതായിരിക്കണം കേട്ടോ. പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഭവനം വിശുദ്ധിയുള്ളതായിരിക്കണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്ന വിശുദ്ധിയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ഏലിയാവെന്ന് പറയുന്ന മനുഷ്യൻ എത്ര ശക്തനായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു വെക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിക്കും നമുക്ക് കാണാൻ കഴിയും. പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 10-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. ഇവിടെ പത്രോസ് പ്രസംഗം കൊർന്നേലിയോസിന്റെ ഭവനത്തിലാണ്. ഈ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോസ്തലർ 10:34. അപ്പോൾ പത്രോസ് വായു തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ആമേ ഏത് ജാതിയും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി അറിയുന്നു, അനുഗ്രഹിക്കുന്നു. അപ്പൊ ദൈവത്തിന് ജാതിയില്ല, ദൈവത്തിന് മതമില്ല. ദൈവം സൃഷ്ടിച്ച ആണും പെണ്ണും രണ്ട് ജാതിയാണ്. അപ്പൊ ഏത് മനുഷ്യനും ദൈവത്തെ ഭയപ്പെട്ട്, ഹല്ലേലൂയ, ദൈവത്തെ ഭയപ്പെട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവസനിൽ ചേർന്നിരിക്കുന്നെങ്കിൽ, ദൈവസനയിൽ നിൽക്കുന്നെങ്കിൽ ദൈവനീതി പ്രവർത്തിക്കും. നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി അതാണല്ലോ. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ആ ദൈവസാന്നിധ്യം വെളിപ്പെട്ടത്. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ദൈവസാന്നിധ്യം വെളിപ്പെട്ടതുപോലെ നിന്റെ കുടുംബത്തിനകത്തും ദൈവസാന്നിധ്യം വെളിപ്പെടുത്തുവാൻ യേശു ആഗ്രഹിക്കുക. കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് ദൈവദൂതന്റെ ദർശനം ഉണ്ടായതുപോലെ, കൊർന്നേലിയോസിന്റെ പ്രാർത്ഥനയിൽ ദൈവദൂതൻ സംസാരിച്ചതുപോലെ, നീ ആളയച്ച് യോപ്പയിൽ അല്ലെങ്കിൽ താമയുള്ള ശീമോനെ വരുത്തി അവൻ നിന്റെ വീട്ടിൽ വന്ന് നിനക്ക് വേണ്ടുന്ന സന്ദേശങ്ങൾ പറഞ്ഞു തരുന്ന, നിനക്ക് വേണ്ടുന്ന ഉപദേശം പറഞ്ഞു തരുമെന്ന് ആമേൻ കൊർന്നേലിയോസിനോട് സംസാരിച്ച് ദൈവം നിന്നോട് ഇന്ന് പകൽ സംസാരിക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, സമയത്തിന് വേണ്ടി നീ കാത്തു നിൽക്കരുത്. സമയം ഇനി അധികമില്ല. നിന്റെ സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ആയുസ് വർദ്ധിച്ചുകൊണ്ട്, നിന്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ട് നീ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സമയം നോക്കി നിൽക്കണ്ട, നാളെ എന്ന് വെക്കണ്ട, മറ്റന്നാളെന്ന് വെക്കണ്ട. ആമേൻ, ലഭിച്ച സമയം ഇന്നാണ്, ഇപ്പോഴാണ്, ഈ സമയമാണ്, ഇപ്പോഴാണ് സുപ്രസാദ കാലം, ഇപ്പോഴാണ് രക്ഷാ ദിവസം. അതുകൊണ്ട് കൊർന്നേലിയോസിനെ പോലെ നീ പ്രാർത്ഥനയ്ക്ക് തയ്യാറാകുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ഭവനത്തിലും യേശു വെളിപ്പെടുക തന്നെ ചെയ്യും. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. അതുപോലെ തന്നെ ആമേ കൊർന്നേലിയോസ് പ്രാർത്ഥിച്ചപ്പോൾ കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നെങ്കിൽ ആമേ കൊർന്നേലിയോസും നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. നമ്മൾ ആ അനുഭവത്തിലേക്ക് എത്തണം. ആദിമസഭയുടെ പ്രാർത്ഥനയൊക്കെ തീപ്പൊരിയായിരുന്നു. ഞാൻ ചില പുസ്തകങ്ങൾ വായിച്ചിരിക്കുന്നത്. ഞാൻ ഈ പ്രാർത്ഥനയുടെ ചില പുസ്തകങ്ങൾ വായിക്കാറുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അതിനകത്ത് ആദിമസഭയിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം ഇറങ്ങുമായിരുന്നു. ജനം പരിശുദ്ധാത്മാവ് നിറയപ്പെടുമായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ, സഹോദരന്മാരൊക്കെ, മുതിർന്നവരൊക്കെ പെട്ടെന്ന് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ ആരാധിച്ച് ദൈവസഭ വളരെ ആത്മീയ അനുഗ്രഹത്തിലേക്ക്, ആത്മീയ വർദ്ധനയിലേക്ക് വന്നിട്ടുണ്ട്. രോഗികൾ സൗഖ്യം പ്രാപിക്കുമായി നന്നുള്ള ദൈവദാസന്മാർ പ്രാർത്ഥിച്ച് രോഗികളുടെ മേൽ കൈവെക്കുമ്പോൾ രോഗി സൗഖ്യം പ്രാപിക്കുന്നു. ഇന്ന് വല്ലതും അങ്ങനെയൊക്കെ ഉണ്ടോ? ഇന്ന് വല്ലതും ഉണ്ടോ? ഇന്ന് അങ്ങനൊന്നും കാണാറില്ല. ഉണ്ടെങ്കിൽ നമ്മൾ പറയണം കേട്ടോ, താഴേക്ക് എഴുതിയിടണം. ഹല്ലേലൂയ. ഇന്ന് ഒരുപാട് സൂത്രമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മീയ ശുശ്രൂഷ നഷ്ടപ്പെട്ട് ഇന്നത്തെ കാലം ദിവ്യാഗ്രഹത്തിന് ശുശ്രൂഷയായി. സകല ആളുകളും പ്രസംഗിക്കുന്ന പണത്തെക്കുറിച്ചാണ്. പണം 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 എന്ന് പറഞ്ഞ് പണത്തെക്കുറിച്ച് പ്രസംഗം. ദിവ്യാഗ്രഹം ഉള്ളിലേക്ക് വന്നപ്പോൾ പ്രാർത്ഥനയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ കൊർന്നേലിയോസിന് പണം ഉണ്ടായിരുന്നു. അവൻ വളരെ ധർമ്മം കൊടുത്തു. അവന്റെ കുടുംബത്തോടൊപ്പം പ്രാർത്ഥിച്ചിട്ട് അവന് പണം ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ മനസ്സ് പണത്തിലല്ലായിരുന്നു. ഹല്ലേലൂയ. കൊർന്നേലിയോസിന്റെ മനസ്സ് ധനം കൊണ്ട് നിറയപ്പെട്ടിരുന്നില്ല എന്ന് കൊർന്നേലിയോസിനെ കുറിച്ച് അപ്പോസ്തലർ 10-ാം അധ്യായം വായിക്കും കാണുന്നു. അവിടെ ഇങ്ങനെ 1-ാം വാക്യം വായിക്കാം. കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നേലിയോസ് എന്ന പേരുള്ള ഒരു ശതാധിപനുണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ആമേൻ ദൈവത്തെ ഭയപ്പെടുന്നവരുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു. അപ്പൊ തനിക്ക് ഉണ്ടായിരുന്നതിൽ ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു. അന്നത്തെ കാലം അപ്പൊ നല്ല പണക്കാരനാണ്.
അപ്പൊ ഇവൻ നല്ല പണക്കാരനാണ്, ജനത്തിന് വളരെ ധർമ്മം കൊടുത്ത് ഇവൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവന്റെ മനസ്സിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വളരെ ദൈവഭയം. ആ കൊർന്നേലിയോസിന്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന്. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരി സഹോദര, ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ താഴ്ചയും ദൈവം ഉയർത്തും. നീ പറയും എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നേ. നിന്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുനീര് ദൈവം കാണുകയാണ്. നീ തേങ്ങലോടെ ഇരിക്കുന്നതിന് വിഷയമുണ്ടല്ലോ, അതിനുവേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. നിന്റെ തലമുറയെ കുറിച്ചാണോ നീ ഭാരപ്പെടുന്നത്? നിന്റെ കുടുംബത്തെ കുറിച്ചാണോ? ഹല്ലേലൂയ. നിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണോ? നിന്റെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണോ? നല്ല ജോലിക്ക് വേണ്ടിയിട്ടാണോ? ഒരു നല്ല വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലത്തിന് വേണ്ടി നിനക്ക് എന്താണ് ആഗ്രഹം? ആഗ്രഹത്തെ ദൈവം സാധിച്ചു തരും. നിങ്ങൾ 20-ാം സംഗീതം 21-ാം സംഗീതമൊക്കെ വായിച്ച അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകി തരുമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം അറിയുന്നവൻ ദൈവം. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം അറിയുന്ന ദൈവം. ഞാനിങ്ങനെ പറയാറുണ്ട്, എപ്പോഴും പറയും, ആ വാക്കുകൾക്ക് ഞാൻ എപ്പോഴും എന്നെ പ്രാർത്ഥന കയറുകയും, കർത്താവ് എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്ന ദൈവമേ, എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് നൽകുന്ന ദൈവമേ, എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകുന്ന ദൈവമേ, അവിടുന്ന് എന്നോട് കൂടി ഇരിക്കണമേ. എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഞാൻ പലരോടും പങ്കുവെച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഞാൻ പലരോടും പങ്കുവെച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ സ്തോത്രം. മനുഷ്യനോട് പറഞ്ഞിട്ട് ദൈവത്തോടാണ് പറയുന്നത്. ഒരിക്കലും എനിക്കൊരു സാധനത്തെക്കുറിച്ച് വളരെ ആഗ്രഹം, എന്നെ കൊണ്ട് മേടിക്കാൻ പറ്റത്തില്ല. അതിനുള്ള സാമ്പത്തിക സ്ഥിതിയോ അതിനുള്ള സാഹചര്യങ്ങളൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ വളരെ വിശ്വസിച്ചത് ഞാൻ പറഞ്ഞാൽ എനിക്ക് വാങ്ങിത്തരും എന്നൊക്കെ ചിന്തിച്ച് അതിന് മുമ്പ് എന്നോട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷെ ഞാനത് ചോദിച്ചിട്ട് ഒരിക്കലും എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര, ഇങ്ങനൊരു ആവശ്യമുണ്ട്, ഇനി നാട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു സാധനം കൊണ്ടുവരണം. സ്തോത്രം. എനിക്കൊന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 10-15 വർഷമായി. ഇതുവരെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നീ മനുഷ്യനോട് പറയാതെ, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ആഗ്രഹങ്ങളെ നീ മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കാതെ നീ കർത്താവായ യേശുക്രിസ്തുവിനോട് നിന്റെ ഹൃദയങ്ങളിലെ ആഗ്രഹങ്ങളെ പറഞ്ഞ് നീ പിതാവിനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിച്ചു നൽകുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനത് ഉറപ്പായിട്ടും വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ ദൈവം നമ്മെ നടത്തണം. ഒരുപാട് അനുഭവങ്ങളിലൂടെ നടത്തുമ്പോഴേ നമുക്ക് നല്ല സാക്ഷി ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് പലരും സാക്ഷ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരതിനുവേണ്ടി പോയി ഓരോന്ന് പണിപ്പെട്ടുണ്ടാക്കിയിട്ട് സാക്ഷ്യം ഉണ്ടാക്കും. ഒരിക്കലും അല്ലെങ്കിൽ സാക്ഷ്യമില്ലാത്ത നല്ലൊരു ദൈവം സാക്ഷ്യം സഭയിൽ എഴുന്നേറ്റ് എല്ലാവരും സാക്ഷ്യം പറയും. പുള്ളി സാക്ഷ്യം പറയാനില്ല. പുള്ളി പോയി കള്ളുപിടിക്കാൻ തുടങ്ങി മറ്റു മാർഗങ്ങളൊക്കെ ചെയ്തിച്ച് പിന്നെ വന്ന് പറയാൻ തുടങ്ങി, എന്റെ ജീവിതം എന്താണെന്നറിയാമോ, ഞാൻ എങ്ങനെ ജീവിച്ചതെന്നറിയാമോ, മറ്റുള്ളൊരു സാക്ഷ്യമില്ലാത്ത പുള്ളി സാക്ഷി ഉണ്ടാക്കാൻ പോയിന്. അങ്ങനെയല്ല കേട്ടോ. നമ്മളെ ദൈവം കടത്തിവിടുന്ന ഒരു മേഖലയുണ്ട്. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്നേക്ക് ദൈവം കടത്തിവിടുന്ന ഓരോ മേഖലയുണ്ട്. അത് ചിലപ്പോൾ ദുർഘടം പിടിച്ചതായിരിക്കും. ആ മേഖലയുടെ ദൈവം നിന്നെ കടത്തിവിടുമ്പോൾ അതിനകത്തൊരു സാക്ഷിയായി നീ മാറുക. അല്ലേ? കഷ്ടതയുടെ കടന്നു പോകുമ്പോൾ, സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ, കുടുംബത്തിൽ ഭാര്യഭർത്തം ജീവിതം കലക്കമായി ഇടച്ചിൽ കൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങൾ തമ്മിൽ പിരിയാൻ നിൽക്കുമ്പോൾ, മക്കൾ നിന്നോട് മത്സരിക്കുമ്പോൾ, മാതാവ് നിന്നോട് മത്സരിക്കും, അമ്മായിയമ്മ മരുവോട് പ്രശ്നം ഉണ്ടാകുമ്പോൾ, നീ ചില ശോധനയുടെ കടന്നു പോകുമ്പോഴേ അതിലൂടെ നിന്റെ ജീവിതത്തിൽ ഒരു അനുഭവം, ഒരു സാക്ഷി ഉണ്ടാക്കിയെടുക്കുക. നീ അതിനെ അതിജീവിക്കണം. അല്ലേ? അതിജീവിക്കുക. നീ ചിലതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി ദൈവം നമ്മെ ചില കടത്തിവിട്ടു. ഏലിയാവിനെ അങ്ങനെ കടത്തിവിട്ടു. ഏലിയാവ് ശക്തനാണെങ്കിലും ഭയമില്ലാത്ത മനുഷ്യനാണെങ്കിലും ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ്. ഏലിയാവിനെ കണ്ട് ദൈവം ആ ശുശ്രൂഷ ചെയ്തപ്പോൾ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഏലിയാവിന് ഭയം വന്നിട്ടുണ്ട്. പക്ഷെ ഏലിയാവിനെ ദൈവം കടത്തിവിട്ടു. ആ മേഖലയിലുള്ളിൽ കടത്തിവിട്ടു. പക്ഷെ പിന്നെ തീരിൽ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ തീ ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രാർത്ഥന വിഷയത്തിൽ നിന്റെ കുടുംബത്തിനകത്ത് ദൈവം അഗ്നി അയക്കാൻ ആഗ്രഹിക്കുക. സോദരൻ, ഭാരപ്പെട്ടു പോകരുത്, ഹൃദയം തകർന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങൾ കേരളത്തിലോ ഭാരതത്തിലോ വിദേശ രാജ്യങ്ങളിലോ എവിടെ ഇരുന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറയട്ടെ, നീ ദൈവത്തോട് അടുത്തിരുന്ന് പ്രാർത്ഥിച്ച നീ കണ്ണുനീർ തൂകുന്ന വിഷയത്തിന്റെ നടുവിൽ ഹല്ലേലൂയ കർത്താവ് ഇറങ്ങി വരും. രക്തം ചെയ്യും. കർത്താവ് നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഇറങ്ങി വരും. അവന്റെ ശബ്ദം നിന്റെ കാതുകളിൽ കേൾപ്പിക്കും. അവൻ നിന്നെ വലം കൈ തൊട്ട് വിടിപ്പിക്കും. ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യം നിന്റെ പ്രാർത്ഥനയിൽ തരുവാൻ കർത്താവ് ആഗ്രഹിക്കുക.
പക്ഷെ നീ മുഴങ്കാലും മടക്കി ദൈവത്തിന്റെ ഏകാഗ്രതയോടെ നിർമ്മല ഹൃദയത്തോടെ വിശുദ്ധിയോടെ ഹല്ലേലൂയ ദൈവ സന്നിധിന്റെ മനസ്സ് ഹൃദയം നീ പങ്കുവെക്കുന്നെങ്കിൽ ഹല്ലേലൂയ ആമേൻ, നിന്റെ വിഷയത്തിന് ഇന്ന് പകൽ മറുപടിയുണ്ട്. മനുഷ്യൻ അടച്ച പല വഴികൾ, മനുഷ്യൻ പറഞ്ഞ് ഇനി നീ തുറക്കുകയില്ല, ഞാൻ നിന്റെ വഴി അടച്ചു. ലോകം പറഞ്ഞ് ഇനി നിനക്ക് വഴി തുറക്കുകയില്ല. സമൂഹം പറഞ്ഞ് മനുഷ്യൻ നിന്റെ മുമ്പിൽ കൊട്ടിയടച്ച ചില വഴികളുണ്ടല്ലോ, ദൈവം തുറക്കാൻ പോവുക. ഹല്ലേലൂയ. അവൻ താമര കഥകളെ തകർത്തിരുമ്പോടാമ്പുലികളെ കണ്ണിച്ച് കളഞ്ഞിരുട്ടിലെ നിക്ഷേപങ്ങളെ യുദ്ധനിധിയും വെളിപ്പെടുത്തി തരുന്നവനാ. ഹല്ലേലൂയ. അങ്ങനെയുള്ളൊരു ദൈവത്തെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? അങ്ങനെയുള്ള ദൈവത്തെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? സഹോദരനെ, എന്നെ കേൾക്കുന്ന കുഞ്ഞെ, നീ +2 റിസൾട്ട് കഴിഞ്ഞ് റിസൾട്ടിനെ കാത്തിരിക്കുകയല്ലേ? നീ +2 റിസൾട്ട് കേൾക്കുമ്പോൾ നീ ഭയപ്പെട്ടു പോകരുത്. തോൽവി ജയം നിനക്കുണ്ടായാലും നീ ഭയപ്പെട്ടു പോകരുത്. തോൽവി ഉണ്ടായാൽ തോറ്റ വിഷയം നീ എഴുതിയെടുക്കണം. അതിനെ നീ അതിജീവിക്കണം കേട്ടോ. റിസൾട്ട് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയട്ടെ, നിന്റെ ജീവിതം നീ തകർത്ത് കളയരുത്. SLC +2 റിസൾട്ട് വന്ന് നീ തോറ്റു വന്ന് കഴിഞ്ഞാൽ ഉടനെ വീടിന്റെ ജനാലിൽ നീ തൂങ്ങിച്ചാകരുത്, വീട്ടിലെ ഫാനിൽ നീ തൂങ്ങിച്ചാകരുത്. വീട്ടിൽ നീ വിഷം കുടിച്ച് മരിക്കരുത്, നീ പുഴയിൽ ചാടരുത്, നീ ആത്മഹത്യ ചെയ്യരുത്. അതുകൊണ്ട് നിനക്കൊന്നും നേടാനില്ല. നിന്റെ ശരീരം മാത്രം ഇവിടെ നശിക്കുന്നതുള്ളൂ, നിന്റെ ആത്മാവ് നിത്യ നരകത്തിലേക്ക് പോവുക. ഒരിക്കലും നിനക്ക് അവിടെ സമാധാനം കിട്ടത്തില്ല. നമ്മുടെ ആത്മാവിന് മരണമില്ലെന്ന്, ആത്മാവാണ് നമ്മൾ ഈ പ്രവർത്തിക്കുന്നില്ല, അതിന് മരണമില്ല. അതുകൊണ്ട് നീ നിന്റെ ജീവിതത്തിൽ ഒടുക്കുക. നീ എന്നേക്കുമായി ഒരിക്കലും നിനക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ തീയും ഗന്ധവും കത്തുന്ന തീപ്പുകി നരകാത്തിയിലേക്ക്, നരകക്കടലിലേക്ക് നീ പോവുകയും നിന്റെ ആത്മഹത്യ കൊണ്ട്. ഹല്ലേലൂയ. നിനക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല. നീ വീട് എത്ര അത്തമ്മ പാതാളത്തിലേക്ക്, അത്തമ്മ കുഴിയിലേക്ക് നീ പോകുന്നറിയാവോ? അതുകൊണ്ട് നിനക്ക് SLCയുടെയോ +2ന്റെയോ ഒക്കെ റിസൾട്ട് വരുമ്പോൾ, നീ ഏതെങ്കിലും പരീക്ഷ എഴുതി തോറ്റ, ഏതെങ്കിലും ഇന്റർവ്യൂ നീ പരാജയപ്പെട്ട് ഒരു ജോലി കിട്ടാതെ ഒക്കെ നീ ഭാരപ്പെടുമ്പോൾ നീ ആത്മഹത്യ ശ്രമിക്കരുത്. നിന്റെ ജീവിതം തകരുമ്പോൾ, കുടുംബത്തിൽ പരാജയം കടന്നു വരും, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, നിന്റെ ജീവിതം തകർത്ത് കളയരുത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വലിയൊരു വാർത്ത കണ്ടു, ഞാൻ എവിടെയാണെന്ന് ഓർക്കുന്നില്ല. ഹല്ലേലൂയ. ഒരു കുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചു. ആ വിവാഹം നടക്കുന്നതിന് മുമ്പായിട്ട് ആ വരൻ അങ്ങ് മരിച്ചു, ആക്സിഡന്റ് മരിച്ചു. അത് കേട്ടപ്പോൾ ആ സഹോദരി കല്യാണം ഉറപ്പിച്ച് ആ സഹോദരിക്ക് താങ്ങുവാൻ കഴിയാമെന്ന് ആ സഹോദരി ആത്മഹത്യ ചെയ്തു. അപ്പൊ ആ സഹോദരൻ ആക്സിഡന്റില്ല മരിച്ചത്. ഹല്ലേലൂയ. അദ്ദേഹം ആത്മഹത്യ ചെയ്തൊരു ആക്സിഡന്റ് മരണം. പക്ഷെ ഈ സഹോദരി എന്തായത് ആത്മഹത്യ. അതിൽ ആരുടെ മരണം നീതി? ആ സഹോദരന്റെ മരണത്തിൽ ദൈവം നീതി ഇട്ടാലും നീതീകരിച്ചാലും ദൈവം നീതി വെളിപ്പെടുത്തിയാലും ഈ സഹോദരന്റെ മരണത്തിൽ ദൈവം നീതി വെളിപ്പെടുത്തില്ല. കാരണം ആ സഹോദരി ആത്മഹത്യ ചെയ്തു. ദൈവം അറയ്ക്കുന്ന, ദൈവം വെറുക്കുന്നതാണ് ചെയ്തത്. കാരണം ആ സഹോദരിക്ക് ജീവിതത്തിൽ ദുഃഖിക്കപ്പെടേണ്ട കാര്യമില്ല. കാരണം അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അവരുടെ വിവാഹ ജീവിതം, അവരുടെ കുടുംബത്തിലേക്ക് പ്രവേശിച്ച സ്ത്രീയുടെ ആ സഹോദരി ജീവിതത്തിലേക്ക് പ്രവേശിപ്പാതിരിക്കുന്ന സഹോദരൻ ആക്സിഡന്റിൽ മരിച്ചെങ്കിൽ നല്ലൊരു സഹോദരന്റെ പേരം കിട്ടും. കാരണം അതിനുള്ള ചിന്ത, അതിനുള്ള തീരുമാനം എടുക്കാൻ ആ സഹോദരി കഴിഞ്ഞില്ല. നീ അങ്ങനെയൊന്നും ആകരുത് കേട്ടോ. അങ്ങനെ എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ അങ്ങനെയൊന്നും ആകരുത്. നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും എന്ന് പൗലോസ് 1 കൊരിന്ത്യർ 14:15 പറയുന്നുണ്ട്. നിങ്ങൾ ജാഗ്രതയോടെ വായിക്കണം. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ട നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. 119 വാക്യം വായിക്കുന്നുണ്ട്. നിങ്ങൾ പ്രസംഗിക്കുമ്പോഴായിരുന്നാലും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴായിരുന്നാലും, നിങ്ങൾ ജോലി ചെയ്യുമ്പോഴായിരുന്നാലും, നീ ഏത് മേഖലയിലൂടെ കടന്നുപോയിരുന്നാലും, ഹല്ലേലൂയ, നീ കർത്താവിനോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 14:19 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട്, ആത്മാവ് കൊണ്ട്, പരമാൻ ഞാൻ ഇച്ഛിക്കുന്നു. നീ മുഖാന്തരം മറ്റുള്ളവർക്ക് സാക്ഷ്യം ഉണ്ടാകണം. നീ മുഖാന്തരം മറ്റുള്ളവർക്ക് വിശ്വാസ ജീവിതത്തിലേക്ക് ഉറയ്ക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒന്നും ഒടുക്കി കളയരുത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി. അപ്പൊ ഏരിയാവും നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് വീണ്ടും മഴ പെയ്തു. അത് ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ദൈവം ചില അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നിന്റെ കണ്ണുനീര് ദൈവം തുടയ്ക്കാൻ പോകട്ടെ. നിന്റെ സങ്കടങ്ങളെ ദൈവം നീക്കാൻ പോവുകയാണ്. നീ കടന്നു പോകുന്ന ഏരിയാവ് പ്രാർത്ഥിക്കുമ്പോൾ ആകാശം അടച്ചു, മഴയില്ല, വരണ്ട അനുഭവം. എന്നാൽ അവൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. ആ വരണ്ട അനുഭവം മാറിയപോലെ ഇത്രയും കാലം നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തതിന്റെ ജീവിതം വരണ്ട നിലം പോലെ, വരണ്ട ഭൂമി പോലെ, മരുഭൂമിക്ക് സമാനമാണെങ്കിൽ ഇപ്പോൾ നീ പ്രാർത്ഥനയ്ക്ക് മുടങ്ങാലും മടക്ക് ദൈവം പുതുമഴയെ പെയ്യും.
പുതുമഴ പെയ്യുമ്പോൾ വരണ്ട് ഉണങ്ങിയ നിലത്തിൽ മണ്ണിനടിയിൽ പൂത്തുപോയ ആ വേരുകളൊക്കെ ഉണ്ടല്ലോ, അത് പൊട്ടിമുളച്ച് വരുന്നവർ നിന്റെ പ്രാർത്ഥനകത്ത് ചില അത്ഭുതങ്ങൾ നടക്കും. നിന്റെ കുടുംബത്തിൽ, ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ചെറിയവരെല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ്, ജനത്തിന് വലിയ ദൈവ സാന്നിധ്യം നയിക്കണമേ. പ്രാർത്ഥനയിൽ നിരാശപ്പെട്ടു പോകാതെ, ജീവിതത്തിൽ നിരാശപ്പെട്ടു പോകാതെ, കുടുംബജീവിതത്തിൽ നിരാശപ്പെട്ടു, ബിസിനസ്സിൽ നിരാശപ്പെട്ടു പോകാതെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതം നിരാശപ്പെട്ടു പോകാതെ, ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹം നിരാശപ്പെട്ടു, വിദേശ രാജ്യങ്ങൾ കഷ്ടസ്ഥലങ്ങളിൽ നിരാശപ്പെട്ടു പോകാതെ, രോഗികളായിരിക്കുന്ന ജന്മന വൈകല്യമുള്ള വിവിധ പ്രശ്നങ്ങളുടെ കടന്നു പോകുന്ന മാനസികമായി തകർന്നിരിക്കുന്ന ഒരു വ്യക്തി പോലും തകർന്നു പോകാതെ, അവരുടെ ജീവിതം ഒടുക്കിക്കളയാതെ, ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കുവാൻ ഏകാഗ്രതയോടെ, നിർമ്മല മനസ്സോടെ, വിശുദ്ധിയോടെ ഈ ജനം മടങ്ങി വന്ന് ദൈവസ്നേഹം മുഴങ്ങാനും മടക്കി പ്രാർത്ഥിക്കുമ്പോൾ കൊർന്നലിയോസിന്റെ ഭവനത്തിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം കർത്താവ് ഇന്ന് പകൽ സകല കുടുംബങ്ങളിലും വെളിപ്പെടട്ടെ. കുടുംബത്തിൻ്റെ ശാപങ്ങൾ മാറട്ടെ, പാപങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, ദുർഭൂത വേദനകൾ മാറട്ടെ, വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാല ലോകത്തിൽ ലോകാധിപതി സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേന അടക്കം ഭവനത്തെ അടക്കി വാഴുന്ന തലമുറയെ നശിപ്പിക്കുന്ന കുടുംബത്തിനകത്ത് മദ്യം, മയക്കുമരുന്ന്, മാനസിക ലഹരികൾ കൊണ്ട് കുടുംബത്തിന്റെ അസ്വസ്ഥത, കുടുംബത്തിനകത്ത് അക്രമം സൃഷ്ടിക്കുന്ന എല്ലാ ജടികമായ പിശാചിന്റെ തന്ത്രങ്ങളെയും യേശുവിന്റെ നാമത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസിക്കുകയാണ്. എല്ലാ കുടുംബങ്ങളും വിടിവിക്കപ്പെടട്ടെ, സ്വതന്ത്രമായി മാറട്ടെ. ദൈവത്തിന് മുഖപക്ഷമില്ലല്ലോ. എല്ലാ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. ഒരുപാട് ജനത്തെ ഏൽപ്പിക്കുന്നില്ല കർത്താവ്. ഞങ്ങളുടെ സ്കൂൾ വർഷം ആരംഭിക്കാൻ പോകുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം സൂക്ഷിക്കണമേ, ഞങ്ങളുടെ മാതാപിതാക്കളെ സൂക്ഷിക്കണമേ, വാഹനത്തിൽ യാത്ര ചെയ്ത് സൂക്ഷിക്കണമേ. ഇതുപോലെ 2 വീലും 3 വീലും 4 വീലും ഒക്കെ ഹെവി വാഹനം ഓടിക്കുന്നവർ, അത് കരയിലും കടലും ആകാശമാർഗം വിദേശത്തും ഒക്കെ യാത്ര ചെയ്ത് വാഹനം ഓടിക്കുന്നവരെ എല്ലാം ദൈവം സൂക്ഷിക്കണമേ പ്രാർത്ഥിക്കുകയാണ്. അനർത്ഥങ്ങളൊന്നും വ്യസനത്തിൽ കാരണമായി തീരാതെ കർത്താവ് എല്ലാ കുടുംബങ്ങൾക്കും സമാധാനം കൊടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.